സിനിമയിൽ ക്രിസ്മസിന് അന്ന് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ ഡിസംബർ 25-ന് നാളത്തെ ദിവസം കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ ദിവസങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എത്രമാത്രം നിങ്ങളിലേക്കും ഞങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതിലാണല്ലോ ഒരു മൂവിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ആഘോഷമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് പറയാനായിട്ടാണ് നമ്മളുടെ ആക്ടേഴ്സ്, അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ ലിസിക്ക ഫെർണാണ്ടസ് എല്ലാവരും എത്തുന്നത്. നരേന്റെ പ്രത്യേകിച്ച് ഒരു വലിയ ഹിറ്റിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ഇത് കഴിഞ്ഞാൽ ഇതെന്താണ് അല്ലെ? അവര് പോച്ചാനൊക്കെ ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? പണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അതെ സുമതി വളവ്, അതിനുശേഷം വീണ്ടും ആഘോഷം വരെയാണ്. അവര് അമൽ കെ ജോബിയാണ്. ഗുമസ്തന് ശേഷം അമൽ കെ ജോബി ഗുമസ്തനിലെ തന്നെ നായകൻ കണ്ടില്ലേ, ജെയ്സിനെ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. അത് വേറെ ഒരു വെറൈറ്റി വേഷത്തിലൂടെ ജെയ്സിന് സന്തോഷമായി ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം കിട്ടിയതില്. അതുപോലെ നമ്മുടെ നായിക പവി കെയർ ടേക്കറിന് ശേഷം നമ്മളിലേക്ക് എത്തുന്നു. പിന്നെ ഋഷിനെ ഒരു പക്ഷെ നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല. ഷാജി കൈലാസ് സാറിന്റെ മോനാണ്, ആദ്യ ചിത്രമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പുതുമുഖങ്ങൾ ധാരാളം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കണ്ടോ നമ്മുടെ ഗേൾസ് സ്മാർട്ട് ലേഡീസ്. മക്ബൂൽ ഓൺലൈനിലുണ്ട്, നിങ്ങളൊന്ന് കാണാം. മക്ബൂൽ ഹായ് ഹായ്. ശബ്ദമില്ലേ? പൊട്ടിക്കൽ തുടങ്ങി. അപ്പം അധികം ഇത് പറയുന്നില്ല, നേരിട്ട് പ്രസ് മീറ്റിലേക്ക് കടക്കാം. അത് നമ്മളുടെ പ്രൊഡ്യൂസർ ലിസിക്ക ഫെർണാണ്ടസ് സ്വന്തം വന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. മാം അപ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്താണ് നമ്മുടെ ചിത്രം, എന്താണ് മാമിന്റെ പ്രതീക്ഷ? ഒത്തിരി പടങ്ങളാണ് റിലീസ് ചെയ്യാനും റിലീസ് ചെയ്തതും ഒക്കെ ഇങ്ങനെ ലിസ്റ്റിൽ ഇരിക്കുന്നത്. അതിനിടയിൽ നമ്മളെങ്ങനെ ആഘോഷമാക്കും? ആഘോഷം ശരി പറഞ്ഞാൽ ക്രിസ്മസിന് ഞങ്ങള് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ്. ആ സിനിമ ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് നമ്മൾ കേജുക്കി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച് ഇപ്പം നമ്മുടെ ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായി അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ടിലാണ് കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിനെല്ലാം കൂടെ വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ ഗാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് സീൻ ഗ്ലോബലിൻ്റെ 2ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം സ്വർഗമായിരുന്നു, അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളായി ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് സീൻ ഗ്ലോബലിൻ്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടും കൂടെയാണ്. ഞങ്ങൾ ബിസിനസ്സിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിന് ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനും അപ്പുറം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ സീൻ ഗ്ലോബൽ. അതിൻ്റെ ഒരു 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിൻ്റെ ബേസ് ക്യാമ്പസാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ത്രെഡ് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എൻ്റർടൈനറാണ് ആഘോഷം. ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും
സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. അതെനിക്ക് തോന്നുന്നു ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണത്. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ലിസ് ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയലായിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോൾ ഇനി എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റുമാർ എനിക്ക് തോന്നുന്നു അമൽ നിന്ന് തുടങ്ങാം അല്ലേ? ആഘോഷത്തെ പറ്റി അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തന് ശേഷം ഞാൻ ചെയ്ത സിനിമയാണ് ആഘോഷം. ഇപ്പോൾ CM ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ ലിസി ചേച്ചി, ഡോക്ടർ പ്രിൻസ് ക്ലോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കാരണം ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൂടും വരുന്നൊരു പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. അപ്പോൾ ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് സിനിമ. അതേപോലെ തന്നെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ ഹീറോ നരേൻ ഭായി ഉണ്ട്, ബോബി ചേട്ടൻ, ജയ് ചേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാറ്, അപ്പം അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ് ആഘോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. കുറേ പടങ്ങൾ റിലീസുണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ആഘോഷം ഒരു ആഘോഷമായി തന്നെ മാറുന്നൊരു പ്രതീക്ഷയും വിശ്വാസവും നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസംബർ 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തൻ ഏറ്റെടുത്ത പോലെ ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാമല്ലേ? എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ സുമതി പണിക്ക് ശേഷം ഒരു 10-20 പടം അഭിനയിച്ചിട്ടുണ്ട്. റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കൊടുത്തൊരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയായിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ പരിചയപ്പെടുത്താം. ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് ഗൗതം വിൻസെൻ്റ്. അദ്ദേഹമാണ് നമ്മുടെ 2 സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്. രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗൗതം സംഗീതം ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം സംഗീതത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം പാട്ടുകളെ എപ്പോഴും സ്നേഹിക്കുകയും എവിടെ ചെന്നാലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഗൗതമിന് നല്ലൊരു 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ആഘോഷത്തിലുണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഗൗതം പറയും. എല്ലാവർക്കും നമസ്കാരം. ഈ 2025 ക്രിസ്മസ് എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറേ സിംഗിൾസും ജിംഗിൾസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ടൊരു എൻട്രി എനിക്ക് കിട്ടുന്നത്.
അതിന് ഞാൻ CN ഗ്ലോബൽ മൂവീസിനും അമലേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പടത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 ഗാനങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതായത് നമ്മുടെ ഈ ആഘോഷത്തിന്റെ ട്രെയിലറും നമ്മുടെ 2 സോങ്ങൊക്കെ ഓൾറെഡി റിലീസായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റിലീസായപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യങ്ങളൊന്നാണ് ആരാണ് ഹീറോ എന്നുള്ളത്. കാരണം കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞാൻ പറയുകയാണ്, ഇതാണ് റോസ്മിൻ നമ്മുടെ പടത്തിന് ഹീറോയിനാണ്. പവി കേരള എന്ന പടത്തിന് ശേഷം, ദിലീപേട്ട പടത്തിന് ശേഷം സെക്കൻഡ് റിലീസ് ആഘോഷമായിട്ട് വരുന്നത്. ഇതാണ് റോസ്മിൻ എന്താ പറയുന്നത്? ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷൻ്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പവി കെയർടേക്കർ ആയിരുന്നു. ആ ഒരു ടീമിൻ്റെ കൂടെ ഉള്ളൊരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഈ ടീമിലേക്ക് വരുമ്പം എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നമുക്കങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷേ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നാരായണേട്ടൻ, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് റിലീസാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിന്റെ പാട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഋഷിനെ പറ്റി പറയാം. ഋഷൻ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാജി കലാസാറിന്റെ മകനാണ്. ഋഷിന്റെ 3ാമത്തെ റിലീസാണ്. ഋഷിന് ഹീറോ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋഷിൻ ആക്ച്വലി കോളേജിൽ ഒരു ഗംഭീര ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഋഷിൻ എന്താ പറയുക നമുക്ക്? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് ജയസേട്ടനാണ്. ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് എൻ്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു പടത്തിലൊരു കോളേജിന്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ജയസേട്ടൻ വിളിച്ചു. അപ്പം പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ എല്ലാ ക്രൂയും പരിചയപ്പെടാൻ പറ്റിയെന്ന്. പിന്നെ നമ്മൾ അതിലോട്ടങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ, കാസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു അടിപൊളി സിനിമയാണ്. ഒരു വലിയൊരു മെസ്സേജ് പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിസംബർ 25 ആഘോഷം വന്ന് കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്തത് നമ്മുടെ പടത്തിന്റെ ആഘോഷത്തിന്റെ ക്യാമറമാനാണ് റോജോ. ആക്ച്വലി നമ്മുടെ ഈ ടീസറും ട്രെയിലറും വന്നപ്പോൾ എല്ലാവരും സോങ് വന്നപ്പോൾ ഒത്തിരി പേര് അതിന്റെ ഫ്രെയിമിങ്ങിനെ പറ്റിയും ക്യാമറ വർക്കിനെ പറ്റി ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം നമ്മുടെ DOP റോജോ ആണ്. റോജോയ്ക്ക് എന്താ പറയുന്നത്? നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാണ് പടമാണ് ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായ്, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ സിനിമ വിജയമാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം ആഘോഷത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25-ന് ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം ആഘോഷത്തിന്. ഇനി ഞങ്ങളുടെ സിനിമയുടെ നെടുന്തൂണായി കൂടെ നിന്ന് ഞങ്ങളുടെ സ്വന്തം ടൈറ്റസ് സിനിമയെ പറ്റി പറയുന്നത്. താങ്ക് യു സർ. എൻ്റെ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറാണ്. ഒപ്പം തന്നെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ 2025 ക്രിസ്മസിന് ആഘോഷം തൂക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇവിടെ നിൽക്കുന്നത്.
ഇവരാരും ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പുറകിൽ നിന്ന് പറയാണ് ആഘോഷം തൂക്കും. അപ്പൊ കൂടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രേക്ഷകരും വന്ന കാരണം നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ. അതിനുള്ള എല്ലാ ചേരുവകളും ഇതിന്റെ ഡയറക്ടർ അമൽ കെ ജോബിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസ്കറിന്റെ 2 സോങ്സ് ഉണ്ട്, അത് ഓൾറെഡി നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗതമിന്റെ അതിമനോഹരമായിട്ട് ഗാനങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സസ്പെൻസും ത്രില്ലിങ്ങും കോമഡി എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ എനിക്ക് ആഘോഷം. പിന്നെ ലിസ്റ്റേജിക്കുള്ള പ്രത്യേക താങ്ക്സ്. ഞാൻ സുചിത്രം കൊടുക്കുന്നത് ഈ സിനിമയൊരു സ്വപ്നവും അഭിനയ ഒരു മോഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് വഴിയായിട്ട് നമ്മളെന്നാണ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്, ബോബിച്ചാൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ക്യാൻറ്റീനിൽ. പിന്നെ ഈ 20 ആഘോഷം എല്ലാവർക്കും ഒരു ആഘോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 25 എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണും. താങ്ക് യു. അതെ സോനയ്ക്ക് ഹായ്, സോറി കുറച്ച് ലേറ്റ് ആയി പോയി. സോ എൻ്റെ പേര് സോനാഫിൽ, ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സുജിത്തേട്ട ചേട്ടനാണ് എന്നെ ഇതിനകത്ത് റെഫർ ചെയ്തത്, ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് എന്നെ എടുത്ത അമലേട്ടനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവിയായിരുന്നു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. നമ്മുടെ സിനിമയിൽ ഇവരെല്ലാരെയും കൂടാതെ ഇനിയും ഒത്തിരി ആർട്ടിസ്റ്റുണ്ട് അല്ലേ? വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ജോണിയായിട്ട് ചേട്ടൻ. അപ്പൊ മാഡം ആരൊക്കെയാണ് ഇനി നമ്മൾ സർപ്രൈസ് തരാനായിട്ട് സിനിമയിലേക്ക് എത്തുന്നതെന്നുള്ളൊരു ബ്രീഫ് ചെയ്യണം. അജു, അങ്ങനെ ധ്യാൻ. നമ്മുടെ കൂടെ ഉള്ളത് അജു വർഗീസും ധ്യാനും, അതോടൊപ്പം തന്നെ ജോണി ആൻഡി ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, രഞ്ജി പണിക്കർ സാറിൻ്റെ മോന് നിഖിൽ രഞ്ജി പണിക്കർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യദർശൻ, മക്ബൂല്, ഷാജു ശ്രീധർ, അദ്ദേഹം നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. കൈലാഷ്, ഇങ്ങനെ ഒരു നല്ലൊരു ടീം വർക്ക് തന്നെ അതിലുണ്ട്. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന് നമുക്ക് സ്ഥലം തന്നത്, ഈ കോളേജ് 50-55 ദിവസം നമുക്ക് തന്നത് പാലക്കാട് യുവക്ഷേത്ര കോളേജാണ്. ആ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലഹരി വിമുക്ത കോളേജിനുള്ള അവാർഡ് കിട്ടിയ കോളേജാണ്. അപ്പോൾ ആ കോളേജ് തന്നെ നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും ഈ നല്ലൊരു സന്ദേശം ഉൾപ്പെടെ നല്ല സിനിമയ്ക്ക് വേണ്ടി തുറന്നു തന്നു. അപ്പോൾ അത് നന്ദിയോടെ അവർക്ക് കാണാം. കാരണം പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് വേണമായിരുന്നു ഈ സിനിമ ചെയ്യാൻ. അതിനുള്ള സാധ്യതകളെല്ലാം തന്നത് അവരാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ടീമിൻ്റെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് നമുക്ക് സമൂഹത്തിന് നല്ല പാട്ടുകളൊക്കെയാണ്, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല സിനിമ. അതെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഉപദേശം അങ്ങനെയൊന്നും അല്ല, യൂത്തിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, കലാലയത്തിൻ്റെ ഒരു പാട്ട് ഇതിലുണ്ട്. അത് കൂടെ കൂട്ടിരിക്കാൻ പച്ചമരത്തണലുകളും, അതുപോലെ തന്നെ സാറ്, അതായത് കലാലയത്തിൻ്റെ വേഡ്സുകളെല്ലാം സന്തോഷ് വർമ്മ മനോഹരമായിട്ട് എഴുതി അതിന് നല്ല ട്യൂണിങ് കൊടുത്തേക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം പ്രത്യേകിച്ചും ഈ സിനിമയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഒത്തിരിയേറെ നല്ല കുട്ടികളെ നമുക്ക് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, ഒത്തിരിയേറെ കുട്ടികളെ. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ ഒത്തിരിയേറെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ ഈ പിറ്റേ ദിവസം തന്നെ ടെലിഗ്രാം ഇറങ്ങുന്ന ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ വന്ന് നമ്മളുടെ സിനിമ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കൂ. അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കേണ്ടതെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. ഓക്കെ മാം, ഇനി പ്രശ്നത്തെ ചോദ്യം.